ഹായ് ഓൾ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിൻ്റെ 6ാമത്തെ ലെസൺ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ അതിൻ്റെ തുടർച്ചയായി ബ്ലോ ഇൻ ദ വിൻഡിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ്, ഫസ്റ്റ് സ്റ്റാൻസയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായി സെക്കൻഡ് സ്റ്റാൻസയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റാൻസയിലേക്ക് പോവുകയാണ്. അടുത്ത സ്റ്റാൻസ ഇങ്ങനെയാണ്: Yes, and how many years can a mountain exit before it washed to the sea? Yes, and how many years can some people exit before they are allowed to be free? Yes, and how many times can a man turn his head and pretended that he doesn't see? Okay. അപ്പോൾ ഓൾറെഡി ഐ സോട്ട് ദാറ്റ് ഇത് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസിലൂടെയാണ് ഈ പോയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കാം. അപ്പോൾ ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് എ മൗണ്ടെയിൻ എക്സിറ്റ് ബിഫോർ ഇറ്റ് വാഷ് ടു ദ സീ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താണ്? ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷങ്ങളെടുക്കും ഈ മൗണ്ടെയിൻ എക്സിറ്റ് പൂർണ്ണമായിട്ടും സീൽ വാഷ്ഡ് ഔട്ട് ആയി പോകാൻ എത്ര കാലം എടുക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യനിലൂടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചായിരിക്കും പോയറ്റ് പറഞ്ഞിട്ടുണ്ടാകുക? ഓക്കെ, ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്? നമുക്ക് നോക്കാം. സോ ഹൗ ലോങ് ക്യാൻ സം വൺ വിത്ത് പ്രൈഡ് ആൻഡ് ഗ്ലോറി എക്സിറ്റ് ബിഫോർ ഇറ്റ് ഓൾ ഫെയ്ഡ്സ് അവേ? ഓക്കെ, അത് ഹൗ ലോങ് ക്യാൻ, എത്ര കാലം, സം വൺ വിത്ത് പ്രൈഡ് ആൻഡ് ഗ്ലോറി. ഓക്കെ, പ്രൈഡ്, അഹങ്കാരം, അഭിമാനം, ഇത് എത്ര കാലഘട്ടത്തിലേക്ക് ഇതിങ്ങനെ എക്സിറ്റ് ചെയ്യും? ബിഫോർ ഓൾ ആർ ഫെയ്ഡ് അവേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡോമിനേഷൻ ഓഫ് ദ വൈറ്റ് പീപ്പിൾ അപ്പോൺ ബ്ലാക്ക് ഇൻ അമേരിക്കൻ സൊസൈറ്റി. അപ്പോൾ ഈ ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ ഈ അടിമത്തത്തെ, അല്ലെങ്കിൽ വൈറ്റ് അമേരിക്കൻസിൻ്റെ ഡോമിനേഷൻ ഓവർ ബ്ലാക്ക് പീപ്പിൾ, അതാണ് ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്, ഡോമിനേഷൻ. But the domination cannot exit long days. ഈ ഡോമിനേഷൻ, ഈ അടിമത്തം അല്ലെങ്കിൽ ഈ അടിച്ചമർത്തൽ കുറേ കാലഘട്ടത്തിലേക്കൊന്നും നിലനിൽക്കില്ല. അതൊരു മൗണ്ടെയിൻ പോലെ ആണെങ്കിൽ പോലും ഒരിക്കൽ അത് ഈ സീൽ മുങ്ങിപ്പോകുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പറയാണ്, ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ, ജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് കുറേ കാലഘട്ടത്തേക്കൊന്നും എതിർത്ത് തോൽപ്പിക്കാനായിട്ട് ഏതൊരു വലിയ മൗണ്ടെയിൻ ഓഫ് ഗ്ലോറി ആയിക്കോട്ടെ, പ്രൈഡിനായിക്കോട്ടെ സാധിക്കില്ല എന്ന് പോയിട്ട് ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞു വെക്കുന്നു. ആൻഡ് ദ മൗണ്ടെയിൻ റെപ്രസെന്റ് സംതിങ് സോളിഡ് ആൻഡ് സ്ട്രോങ്. ഓക്കെ, അപ്പോൾ മൗണ്ടെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? സംതിങ് സോളിഡ് ആൻഡ് സ്ട്രോങ്. ആൻഡ് സി ഇൻഡിക്കേറ്റ് ദ വാസ്റ്റ്നെസ് ഓഫ് ലൈഫ്. അതുപോലെ തന്നെ സി എന്ന് ഉദ്ദേശിക്കുന്നത് ദ പവർ അല്ലെങ്കിൽ ദ പ്രൊട്ടസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഉണ്ട്. അപ്പോൾ ഇത് ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഗ്ലോറി ആയിട്ട് നിൽക്കുന്ന ഈ വൈറ്റ് പീപ്പിളിൻ്റെ ഡോമിനേഷൻ ഒരു കാലത്ത് ഇല്ലാതായി തീരും എന്ന് തന്നെ പോയിട്ട് എടുത്ത് പറയണം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എത്ര കാലം ഇതിങ്ങനെ നിലനിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ്, ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിറ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? ഇപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് തന്നെ മനസ്സിലാകും. ഹൗ മെനി ഇയേഴ്സ് സം പീപ്പിൾ എക്സിറ്റ്, എത്ര കാലഘട്ടത്തിൽ നിലനിൽക്കും, എത്ര വർഷങ്ങൾ നിലനിൽക്കും? ദേ ആർ അലൗഡ് ടു ബി ഫ്രീ, അവർക്ക് ഫ്രീഡം കിട്ടുന്നവരെ, സ്വാതന്ത്ര്യം കിട്ടുന്നവരെ എത്ര കാലഘട്ടത്തിൽ ഇങ്ങനെ നിലനിൽക്കും? ഓക്കെ, അപ്പോൾ ഇവിടെ സം പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയായിരിക്കും? യെസ്, ബ്ലാക്ക് പീപ്പിളിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പോയിട്ട് എടുത്ത് പറയുന്നുണ്ട്, ദി ഇൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് വൈറ്റ് അപ്പോൺ ബ്ലാക്ക് ഇൻ അമേരിക്ക. ഓക്കെ, അത് ഈ ബ്ലാക്ക് പീപ്പിളിനെ ഇവരെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്, അതായത് ഇവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ രാജ്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അമേരിക്ക ഇവർക്ക് രണ്ടുപേർക്ക് ഈക്വൽ ഫ്രീഡം ഉണ്ടെന്ന് പറയുമെങ്കിലും ഈ ബ്ലാക്ക് അമേരിക്കൻസിനെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് കാണുകയും അവർക്ക് ഈക്വൽ ഫ്രീഡം കൊടുക്കാതെയും അതുപോലെ തന്നെ അവരെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര കാലം ഇവർ കാത്തിരിക്കണം ഇവർ ഈ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ട്? അപ്പോൾ ഹൗ ലോങ് ദ ബ്ലാക്ക് ക്യാൻ എക്സിറ്റ് ടു സഫർ ഓൾ കൈൻഡ്സ് ഓഫ് ഓപ്രഷൻ ഇൻ വൈറ്റ് ഡോമിനേറ്റഡ് അമേരിക്ക? അപ്പോൾ ഈ വൈറ്റ് ഡോമിനേറ്റഡ് അമേരിക്കയിൽ എത്ര കാലഘട്ടത്തിലേക്ക് ഈ അടിച്ചമർത്തൽ ഇവർ സഹിക്കേണ്ടതായിട്ട് വരും? അപ്പോൾ സം പീപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? യെസ്, ബ്ലാക്ക് അമേരിക്കൻസിനെയാണ്. നെക്സ്റ്റ് ലൈൻ, ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസൻറ്റ് സീ? ഇതും നമുക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ്
he just doesn't see that. How many times a man turned his head? നമ്മളിപ്പോൾ ഒരു കാര്യം ഇവിടെ നടക്കുമ്പോൾ കണ്ടില്ല എന്ന് നടിച്ച് ഇങ്ങനെ തലതിരിക്കാം. അപ്പോൾ ഇത് എത്ര കാലഘട്ടത്തിലേക്ക് നിങ്ങളിങ്ങനെ തലതിരിക്കും, അല്ലെങ്കിൽ എത്ര കാലം ഇത് കണ്ടില്ല എന്ന് നടിക്കും, ആൻഡ് pretend that he just doesn't see. ഓക്കെ, അപ്പോൾ എന്തിനെക്കുറിച്ചായിരിക്കും ഇവിടെ പറയുന്നത്? ഓക്കെ, അതായത് അനീതികളെക്കുറിച്ചാണ്. ഈ അനീതികൾ നിങ്ങൾ എത്ര കാലം കണ്ടില്ല എന്ന് നടിക്കും. അപ്പോൾ എ മാൻ ഹൂ pretends not to see the suffering around him. ഓക്കെ, the man who pretends not to see, അതായത് ചുറ്റുപാട് നടക്കുന്ന ഈ അനീതി കണ്ടില്ല എന്ന് എത്ര കാലം നിങ്ങൾ നടിക്കും? ഹിയർ എ മാൻ റെഫേഴ്സ് ടു, ഇവിടെ മാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? റൂളർ ഓർ ഗവൺമെൻറ് ഓഫ് US ഡ്യൂറിങ് ദാറ്റ് ടൈം. അതായത് നമുക്കറിയാം, ഒരു സമൂഹത്തിൽ എന്തെങ്കിലും അനീതി നടക്കുന്നുണ്ടെങ്കിൽ ആ അനീതികളെ തുടച്ചു നീക്കാൻ കഴിയുന്ന ഒരേ ഒരു ആൾക്കാരെന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ റൂളേഴ്സിനാണ്. ഇവരിത് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു രാജ്യത്ത് ഒരു മാറ്റവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പോയറ്റ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എത്ര കാലം ഇത് കണ്ടില്ല എന്ന് നടിക്കും. സോ ദ US Constitution declare the freedom, but in reality black did not get any freedom in the society. അവിടെ ഞാൻ ആ റെഡ് കളറിൽ ബോൾഡാക്കി വെച്ചിരിക്കുന്നത് മാത്രമാണ് നിങ്ങളിതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ആൻഡ് ദ ബ്ലാക്സ് ആർ സപ്രസ്ഡ് ബൈ ദ വൈറ്റ്, ആൻഡ് ഹൗ ലോങ് ദ ഗവൺമെൻറ് ക്യാൻ പ്രിറ്റൻഡ് നോട്ട് ടു സീ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വൈറ്റ് അപ്പോൺ ദ ബ്ലാക്സ്. ആൻഡ് ദ 4 ലൈൻ ഓഫ് സോങ് സ്റ്റാർട്ടിങ്, ഇതിലെല്ലാം SS എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് ഇറ്റ് എംഫസൈസ് എ പോയിന്റ് ഓഫ് ഹോം, ഒരു കൺട്രീനെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എ എംഫസൈസ് എ പോയിന്റ് ഓഫ് ഹോം. ആൻഡ് ദ ആൻസർ ഈസ് മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ 3-4 ലൈൻസിലൂടെ പോയിട്ട് പറഞ്ഞു വെക്കുന്ന വീണ്ടും വൈറ്റ് ഡോമിനേഷൻ ഓഫ് ബ്ലാക്ക് ആണ്. അത് എന്നാണ്, എത്ര കാലഘട്ടത്തിലേക്ക് നിലനിൽക്കും, എന്നാണ് ഇതിനൊരു അവസാനം ഉണ്ടാകുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പോയിട്ട് എടുത്ത് ചോദിക്കുന്നു. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റാൻസ. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ നമുക്കിതിലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ, നിങ്ങൾക്കറിയാം എക്സാമിന് ലൈൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ ഒരു സ്റ്റാൻസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, എന്നാൽ എല്ലാവരും നോക്കാം കേട്ടോ. വാട്ട് ഡസ് ദ മൗണ്ടെയിൻ സ്റ്റാൻഡ് ഫോർ? ഓക്കെ, എന്താണ്? ദ മൗണ്ടെയിൻ റെപ്രസെൻറ്റ്സ് ലൈഫ് വിച്ച് ഈസ് സോളിഡ് ആൻഡ് സ്ട്രോങ്. അപ്പോൾ മൗണ്ടെയിൻ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ലൈഫിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് സോളിഡ് ആൻഡ് സ്ട്രോങ്, ആൻഡ് ദാറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് വൈറ്റ് ഡോമിനേഷൻ. നെക്സ്റ്റ്, പിക്ക് ഔട്ട് ദ ലൈൻസ് ദാറ്റ് സജസ്റ്റ് ദാറ്റ് സം മെൻ ആർ നോട്ട് ഫ്രീ. ഓക്കെ, അത് ഇതിൽ ഏത് ലൈനിലാണ് സം മെൻ ആർ നോട്ട് ഫ്രീ എന്ന് പറയുന്നത്? ഏതാണ്? യെസ്, ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിറ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? അതിങ്ങനെ വരുന്ന സമയത്ത് ആ ലൈൻസ് അതേപോലെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തത്, വൈ അക്കോർഡിംഗ് ടു ദ ലിറിസിസ്റ്റ് ഡു പീപ്പിൾ ടേൺ ദെയർ ഹെഡ്? ഓക്കെ, ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ബോബ് ഡൈലിനെയാണ്. അപ്പോൾ പീപ്പിൾ ടേൺ ദെയർ ഹെഡ്സ് ഫ്രം ദ റിയൽ ഇഷ്യൂസ്, ദേ ഗോ ഓൺ വിത്തൗട്ട് അഡ്രസ്സിങ് ദീസ് ഇഷ്യൂസ്. അപ്പോൾ പീപ്പിൾ ടേൺ ദെയർ ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഓക്കെ, പീപ്പിൾ ടേൺ ദെയർ ഹെഡ്സ് ഫ്രം ദ റിയൽ ഇഷ്യൂസ്, ദേ ഗോ ഓൺ വിത്തൗട്ട് അഡ്രസ്സിങ് ദീസ് ഇഷ്യൂസ്. അവർ അഡ്രസ്സ് ചെയ്യാതെ വിട്ടുകളയുന്നു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വേർ അക്കോർഡിംഗ് ടു ദ ലിറിസിസ്റ്റ് ക്യാൻ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഈസ് ഫൗണ്ട്? അപ്പോൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന്റെ ആൻസർ എവിടെ ഉണ്ട്? ദാറ്റ് ഈസ് അറൗണ്ട് us. ഓക്കെ, ദ ആൻസർ ഈസ് ആർ ഔട്ട് ദർ ഇൻ ദി വിൻഡ്. അതായത് വിൻഡിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട് ഇതിൻ്റെയൊക്കെ ആൻസർ. ആൻഡ് വാട്ട് ഈസ് എ റൈം സ്കീം ദാറ്റ് സ്യൂട്ട്സ് ദ അബവ് ദ സ്റ്റാൻസ? AB AB CB. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റാൻസയുടെ റൈം സ്കീം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഈ സ്റ്റാൻസയിലൂടെ പോയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പോയതിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസയിലേക്ക് വരാം. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ? യെസ്, ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് എ വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ? ആൻഡ് ഹൗ മെനി ഡേയ്സ് വിൽ ടേക്ക് till he knows that too many people have died? The answer is, my friend, is blowing in the wind. The answer is, my friend, is blowing in the wind. Okay, line by line ആയിട്ട് പോവാം നമുക്ക്. How many times must a man look up before he can see the sky? Okay, എത്ര പ്രാവശ്യം മുകളിലേക്ക് നോക്കിയാലാണ് ഒരാൾക്ക് എന്ത് കാണാൻ കഴിയുക? സ്കൈ കാണാൻ കഴിയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തിനെക്കുറിച്ചായിരിക്കും? സ്കൈ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫ്രീഡം ആൻഡ് ഓപ്പർച്യൂണിറ്റീൻ്റെ സിമ്പലാണ്. അപ്പോൾ ഇവിടെ ഹൗ മെനി ടൈംസ്, എത്ര പ്രാവശ്യം മുകളിലേക്ക് നോക്കിയാലാണ് അവന് ആകാശം കാണാൻ കഴിയുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ വൈറ്റ് പീപ്പിളിൻ്റെ ഡോമിനേഷനിൽ
ഫ്രീഡം ഇല്ലാതെ അലയുന്ന ബ്ലാക്ക് പീപ്പിളിനെയാണ് എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പോൾ through these lines he describe everyone should have the ability to pursue their dreams. എല്ലാവർക്കും അവരുടെ ഡ്രീം, അവരുടെ ലക്ഷ്യം പെർസ്യൂ ചെയ്യാനുള്ള, അച്ചീവ് ചെയ്യാനുള്ള അവകാശമുണ്ട്. The main intention of the blacks, they want to equal opportunity, freedom in white dominated American society, and sky is a symbol of unlimited freedom and opportunities. Okay, I already told you, ഇവിടെ പറയുന്നത് ബ്ലാക്ക് പീപ്പിളിൻ്റെ ഈക്വൽ ഓപ്പർച്യൂണിറ്റിനെയും അതുപോലെ തന്നെ ഈക്വൽ ഫ്രീഡത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് സ്കൈ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് സിമ്പിൾ ഓഫ് അൺലിമിറ്റഡ് ഫ്രീഡം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ എന്നാണ് ഈ ബ്ലാക്ക് പീപ്പിളിന് അൺലിമിറ്റഡ് ഫ്രീഡം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക? ഇതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ? ഓക്കെ, ഇത് നേരത്തെ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറഞ്ഞ അതേ സിമിലർ ലൈനാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ? എത്ര കാതുകൾ ഉണ്ടായാലാണ് ഒരാൾക്ക് മറ്റുള്ളവർ കരയുന്നത് കേൾക്കാനായിട്ട് സാധിക്കുക? അപ്പോൾ ഇവിടെയും വീണ്ടും പോയിട്ട് പറയുന്നത് എന്നാ, വി ആർ പ്രിട്ടൻഡിങ് ദാറ്റ് വി ആർ നോട്ട് ഹിയറിങ് എനിത്തിങ്. നമ്മൾ ചുറ്റുപാട് നടക്കുന്ന ഒരു അനീതിയെ നമ്മൾ കേൾക്കുന്നില്ല, കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇത് ഒന്നാമത്തെ കോൺസെപ്റ്റ് നമ്മളിതിൻ്റെ ഒരു തീമിൽ അല്ലെങ്കിൽ പോയിറ്റ് ടെൽസ് അബൌട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ ശരിക്കും പോയിറ്റ് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് US ഇൻവോൾവ്മെൻറ്റ് ഇൻ വിയറ്റ്നാം വാർ. ഓക്കെ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ദ ക്രൈസ് ഓഫ് വാർ ആൻഡ് ദ ക്രൈസ് ഓഫ് ഫ്രീഡം ആർ ലെഫ്റ്റ് അൺഹേർഡ് ബൈ ദ ഒപ്രസേഴ്സ്. ഓക്കെ, അതായത് യുദ്ധം, നമുക്കറിയാം യുദ്ധത്തിൽ ഏറ്റവും എപ്പോഴും സാധാരണക്കാരായ മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം അവരുടെ വേദനകളും യാതനകളും ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല. അപ്പോൾ എത്ര കാതുകൾ ഉണ്ടായാലാണ് നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കി ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുക? അപ്പോൾ ഇതൊരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ആന്തമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിട്ട് എടുത്ത് പറയാണ് എന്നാണ് ഇത് അവസാനിപ്പിക്കുക. അപ്പോൾ ദ അൺഹേർഡ് ബൈ ദ ഒപ്രസേഴ്സ്, ബട്ട് വൺ ഡേ ദേ ഗെറ്റ് എ സൊല്യൂഷൻ ഫോർ ഓൾ ദീസ് പ്രോബ്ലം. ഒരു ദിവസം ഇതിന് സൊല്യൂഷൻ കിട്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിലൂടെ പോയിട്ട് എടുത്ത് ചോദിക്കുന്നതാണ്, ഹൗ ലോങ് ദ ഗവൺമെൻറ് വിൽ റിമെയിൻ ഡഫ് ടു ദ സോറോസ് ഓഫ് ദ കോമണേഴ്സ്? എത്ര കാലം ഈ ഗവൺമെൻറ് പൊട്ടനായിട്ട് അഭിനയിക്കും, അല്ലെങ്കിൽ കാത് കേൾക്കുന്നില്ല? അത് സോറോസ് ഓഫ് ദ കോമൺ പീപ്പിൾ. ഓക്കെ, കോമൺ പീപ്പിൾ, സാധാരണക്കാരനായ ജനങ്ങളുടെ സോറോസ്, സങ്കടങ്ങൾ കേട്ടില്ല എന്ന് നടിക്കും. വീണ്ടും വീണ്ടും അവർ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് പീപ്പിളിന് ഫ്രീഡം കൊടുക്കാതെ ഡോമിനേറ്റ് ചെയ്ത് വെക്കും. എത്ര കാലം? ഓക്കെ, നിങ്ങൾ എത്ര കാലം ഇത് കണ്ടില്ല എന്ന് നടിക്കും. യെസ്, ഹൗ മെനി ഡെത്ത്സ് വിൽ ടേക്ക് ടിൽ ഹി നോസ് ദാറ്റ് ടു മെനി പീപ്പിൾ ആർ ഡൈയിങ്? ഓക്കെ, ആൻഡ് ഹൗ മെനി ഡെത്ത്സ് വിൽ ഇറ്റ് ടേക്ക് ടിൽ ഹി നോസ് ദാറ്റ് ടു മെനി പീപ്പിൾ ആർ ഡൈയിങ്? ഓക്കെ, എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകുക എത്രയധികം ആൾക്കാർ മരിച്ചു? ഓക്കെ, there are too many people are died due to war. യുദ്ധം മൂലം എത്ര ആൾക്കാർ മരിച്ചു എന്ന് നിങ്ങൾക്ക് എന്നാണ് മനസ്സിലാക്കുക? ഇനിയെങ്കിലും ഈ ഒരു ഇത് അവസാനിപ്പിച്ചു കൂടെ? During the Vietnam War, more and more troops were repeatedly sent to the with the promise that the war would end soon, but it seemed to never cease. Okay, അപ്പോൾ വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് അമേരിക്കൻ സോൾജിയേഴ്സിനെ അങ്ങോട്ട് അയച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? യുദ്ധം അവസാനിപ്പിക്കാനായിട്ട്. പക്ഷേ അവിടെ വിയറ്റ്നാമിൽ ആൾക്കാർ മരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിനെയാണൊന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഹാരി എസ് ട്രൂമാൻ, the 33rd president of USA, was forced to drop nuclear bombs on Japan. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ USA പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാൻ ജപ്പാനിൽ നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് വർഷിക്കാനായിട്ട് തീരുമാനിച്ചു. അതിൽ എത്ര കോടി ജനങ്ങളാണ്, അല്ല എത്ര ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരാണ് മരിച്ചു പോയത്. ഇന്നും അതിൻ്റെ റേഡിയേഷൻ മൂലം വേദനിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ. ഓക്കെ, അപ്പോൾ എത്രയധികം ആൾക്കാർ മരിച്ചു എന്ന് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാകുക എന്നാണ് ചോദിക്കുന്നത്. He thought if the drops of bomb they would kill innocent Japanese people but save countless American soldiers. അപ്പോൾ അവർ വിചാരിച്ചെന്താ, ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കുറേ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിയാൽ മതി, അതിലൂടെ അമേരിക്കൻ സോൾജിയേഴ്സിനെ സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിലേക്കാണ് വരുന്നത്. അപ്പോൾ when the government will realize that too many people have died because of war,
അപ്പം ഇതിൽ ഓർക്കേണ്ട 3 പോയിന്റ് ഇതാണ്. വെൻ ദ ഗവൺമെന്റ് വിൽ റിയലൈസ് ദാറ്റ് ടു മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ബിക്കോസ് ഓഫ് വാർ. രണ്ടാമത്തത് ദ വിയറ്റ്നാം വാറിനെ കുറിച്ചാണ്. മൂന്നാമത്തത് ദ ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഷൻ, ഡ്രോപ്പ് ഓഫ് ന്യൂക്ലിയർ ബോംബ്സ് ഓൺ ജപ്പാൻ. ഈ 3 പോയിന്റാണ് ഈ സ്റ്റാൻസയിലൂടെ പോയിട്ട് എടുത്തു പറയുന്നത്. ആൻഡ് ദ പോയറ്റ് ഈസ് കൺക്ലൂഡിങ് അഗെയിൻ, ദ ആൻസർ ഈസ് മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദി വിൻഡ്. അപ്പോൾ പോയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആൻസർ എവിടെയുണ്ട്? ദാറ്റ് ഈസ് ബ്ലോയിങ് ഇൻ ദി വിൻഡ്. നമുക്ക് ചുറ്റുമുണ്ട്, അത് കാറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമ്മളത് ഗ്രാബ് ചെയ്തതിന് ഒരു അന്ത്യം വരുത്തുന്നില്ല, സൊല്യൂഷൻ കണ്ടെത്തുന്നില്ല എന്നുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യനിലൂടെ, അതായത് പോയറ്റ് തന്നെ ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു, പോയറ്റ് തന്നെയുള്ള ഇതിൻ്റെ ആൻസറും പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുള്ളായ സ്റ്റിൽ റെലവൻ്റ് ആയ ബ്യൂട്ടിഫുൾ പോയമാണ് ദ ബ്ലോയിങ് ദ വിൻഡ് എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ സോങ് ഒക്കെ കേൾക്കാനുണ്ട്, നല്ല ഭംഗിയുള്ള സോങ്ങാണ്, നിങ്ങൾക്ക് കേട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ആൻസറുടെ ക്വസ്റ്റ്യൻ ആൻസറോടെ നോക്കിയാലോ? ഓക്കെ, വാ. പിക്ക് ഔട്ട് ദ ലൈൻ വിച്ച് സജസ്റ്റ് ദാറ്റ് പീപ്പിൾ പ്രിറ്റൻസ് ടു ബി ഡെഫ്. ഓക്കെ, എന്താണ്? യെസ്, ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ കുഡ് ബി ദ പീപ്പിൾ റെഫേർഡ് ടു ഇൻ ദ സ്റ്റാൻസ? ആരെയാണ്? ഓക്കെ, ദ പീപ്പിൾ റെഫേഴ്സ് ടു ദ ആഫ്രിക്കൻ അമേരിക്കൻ അല്ലെങ്കിൽ ബ്ലാക്ക് അമേരിക്കൻസ് ഹു ആർ ഡിനൈഡ് ഓഫ് ദെയർ റൈറ്റ്സ്, അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസ് അലിട്രേഷൻ ഫ്രം ദ ഗിവൺ സ്റ്റാൻസ. അലിട്രേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒരു സ്റ്റാൻസയിൽ ഒരു ലൈനിൽ തന്നെ കൺസണന്റ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന അടുത്തടുത്ത് വരുന്നതിനാണ്. ഇത് നോക്കിയറിയാം, ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ. ഓക്കെ, മെനി മസ്റ്റ് മാൻ. ഓക്കെ, വാട്ട് ഡസ് സ്കൈ ഇൻ ദ ലൈൻ സ്റ്റാൻഡ് ഫോർ? സ്കൈ എന്തിനെയാണ് കാണിക്കുന്നത്? അൺലിമിറ്റഡ് ഫ്രീഡം ആൻഡ് ഓപ്പർച്യൂണിറ്റി. Pick out the lines that which highlight sacrifice of people for the cause of freedom and human rights. Okay, എന്താണ്? How many deaths will it take till he knows that too many people have died? Okay, അപ്പോൾ ഇതാണ് ബ്ലോ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന പോയം. വളരെ ബ്യൂട്ടിഫുള്ളായ പോയമാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പോയത്തിൻ്റെ പോയറ്റിക് ഡിവൈസുകൾ, റൈം സ്കീം, കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ പോയം പെർഫെക്റ്റ് അല്ലേ? ഇതിൻ്റെ അപ്രിസിയേഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, 2 സ്റ്റാൻസ് തന്നിട്ട് അതിൽ നിന്നാണ് എക്സ്പ്ലനേഷൻ എഴുതേണ്ടത്. അപ്പോൾ ഈ എക്സ്പ്ലനേഷൻ ഓർത്ത് വെക്കണം. ഓരോ ലൈൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട്, അപ്പോൾ അത് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു, ബൈ.